പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്കിന്ന് ഈ പകൽക്കാലത്തിൽ പിന്നെയും കർത്താവ് ആമേൻ ഹല്ലേലൂയ കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് കൃപ നൽകി, ഭാഗ്യത്തെ നൽകി. ആമേൻ. ഈ നല്ല നിമിഷത്തെ ഓർത്ത്, ഈ അസ്ലഫ നിമിഷത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ചെറിയ കൂട്ടമേ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പലപ്പോഴായി യാത്ര ചെയ്തതിൻ്റെ ചെറിയ പടകുകളിലാകുന്നു. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാരുമായിട്ട് യാത്ര ചെയ്തത് ഈ പടകിൽ കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്ക് ആമേൻ തുടർന്ന് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ ഓർത്ത് ആമേൻ ദൈവമക്കൾ പറഞ്ഞ സാക്ഷ്യങ്ങളുടെ നടുവിൽ ആമേൻ അവരുടെ ആമേൻ ആവശ്യങ്ങൾ, ആവലാദികൾ, ആമേൻ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ എണ്ണി പറയുവാനിടയെ തീർന്നുവല്ലോ. ഓരോരുത്തരുടെ ജീവിതത്തിൽ ആമേൻ അവരുടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവരവർക്ക് ദൈവത്തിന് തന്നെ അറിയാം. പ്രൈസ് ദി ലോർഡ്. എല്ലാറ്റിനും മീതെ എല്ലാം അറിയുന്ന ഒരു കർത്താവുണ്ട്. ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്നവൻ, ഹൃദയത്തിലെ നിലവുകളെ അറിയുന്നവൻ, ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. നമ്മുടെ സങ്കടങ്ങളെ കേൾക്കുവാൻ. ഒരിക്കൽ ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ അടിമത്തത്തിലായിരുന്നു. അവരുടെ അടിമവേല നിമിത്തം അവർ പല നാളുകളായപ്പോൾ അവർ ദൈവത്തോട് നിലവിളിച്ചു. തങ്ങളെ തിരഞ്ഞെടുത്ത ആ കർത്താവിന് നിലവിളിച്ചു. കർത്താവിനോട് നിലവിളിച്ച് പറഞ്ഞു, പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥന കേട്ട് അവർ സ്വർഗ്ഗം ചായ്ച്ചിറങ്ങി വന്നു. അവൻ മോശെ നിയമിച്ചു. എൻ്റെ ജനം മിസ്രയീമിൽ കഷ്ടത്തിലായിരിക്കുകയാണ്, അവരെ വിടുവിച്ചു പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇസ്രായേലിനെ നയിപ്പാനായി മോശെ തിരഞ്ഞെടുത്തു. ആ ദൈവം നമ്മുടെ നടുവിലുണ്ട്. നമ്മുടെ സങ്കടങ്ങളെ അറിയുന്ന, ഭാരങ്ങളെ അറിയുന്ന, നിലവുകളെ അറിയുന്ന കർത്താവ് അവൻ്റെ കരത്തിൽ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലത്തിൽ സാക്ഷി പറഞ്ഞ മുഴുവൻ അംഗങ്ങളെയും കർത്താവെ, പേരായി സഭയിലെ മുഴുവൻ അംഗങ്ങളെയും കർത്താവെ, എല്ലാവരെയും മുഴുവനായി ഏൽപ്പിച്ച്, മുതിർന്നവരെയും യുവാക്കളെയും കർത്താവെ, ബാല്യക്കാരെയും കൗമാരപ്രായ മുഴുവൻ അംഗങ്ങളെയും കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. ദൂരത്തുനിന്നും ചാരത്തുനിന്നുമായി കടന്നു വന്ന മക്കൾ അങ്ങയുടെ കരത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സമ്പൂർണ്ണമായി സമർപ്പണം ചെയ്യുകയാണപ്പാ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ച് യേശുവെ, അങ്ങ് ഞങ്ങളെ വിടുവിച്ചാലും ഞങ്ങൾ പറഞ്ഞ വിഷയങ്ങളൊക്കെ അങ്ങ് കേട്ടുവല്ലോ അപ്പാ. ഞങ്ങൾ ഒന്നുകൂടി എടുത്തു പറയുന്നില്ല, അങ്ങ് എല്ലാം കേട്ടുവല്ലോ. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ സ്തോത്ര സഹായിപ്പാൻ ഞങ്ങളുടെ കർത്താവ് മതിയായ ദൈവമെന്ന്, ഞങ്ങളെ നയിപ്പാനും നടത്തുവാനും രക്ഷിപ്പാനും വിടുതലുകൾ നൽകുവാനും അനുഗ്രഹിപ്പാനും നന്മകളെ പകരുവാനും മതിയായ ദൈവമെന്ന് ഞങ്ങൾ രുചിച്ചറിയുന്നു അപ്പാ. ഇന്ന് പകൽക്കാലത്തിൽ അങ്ങ് ഒരുക്കിയിരിക്കുന്ന നന്മകളെ വീണ്ടും അങ്ങ് പകരണമേ കർത്താവേ. ഞങ്ങൾ ക്ഷീണിച്ചു പോകാനോ തളർന്നു പോകാനോ കർത്താവേ, ആമേൻ കർത്താവേ, വീണ്ടു പോകുവാനോ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ കരത്തിൽ മുഴുവൻ അംഗങ്ങളെ ഏൽപ്പിച്ചു തരികയാണപ്പാ. ആളുകളിൽ അനുദിനം ജയമെടുത്ത് തങ്ങളുടെ മുമ്പിലുള്ള പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും ജയിച്ച് തരണം ചെയ്ത് മുൻപോട്ട് പോകുവാനും ആമേൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ ജീവിതത്തിലും വ്യാധികളും ആദികളും മാറിപ്പോട്ടപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ഭാരങ്ങൾ മാറിപ്പോകട്ടെ, കണ്ണുനീര് മാറിപ്പോകട്ടെ, ദുഃഖങ്ങൾ മാറിപ്പോകട്ടെ, ദുരിതങ്ങൾ നിരാശകളെല്ലാം മാറിപ്പോകട്ടെ. അതാ അങ്ങ് ഒരുക്കിയിരിക്കുന്ന നന്മകളെ തൻ്റെ മക്കൾക്ക് പകരണമേ കർത്താവേ. തൻ്റെ മക്കളുടെ ആയുസ്സിന്, ആരോഗ്യത്തിന് വർധനവ് നൽകണമേ അപ്പാ. യേശുവേ, അങ്ങയുടെ നാമത്തിൽ കടന്നു വന്നവർ, സാക്ഷി പറഞ്ഞവരുടെ പ്രത്യാശ ഭംഗം വരരുതേ. എല്ലാ കുടുംബങ്ങളെയും, ദൂരത്തുനിന്ന് ചാരത്തുനിന്നായി കടന്നു വന്ന മുഴുവൻ മക്കളെയും കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു തരികയാണ്. ഈ പകൽക്കാലത്ത് കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ടിരുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നല്ല നിമിഷങ്ങൾക്കായി നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധി നിൽക്കുവാൻ കർത്താവ് കൃപ നൽകി. പ്രൈസ് ദി ലോർഡ്.
ആമേൻ. പ്രത്യേകാല വിശേഷാൽ എന്ന് നമ്മുടെ സഭായോഗത്തിൻ്റെ നടുവിൽ ആമേൻ കുഞ്ഞുമോളുടെ മകള് ആമേൻ രണ്ടാമത്തെ പ്രദേശത്ത് നിന്ന് കടന്നു വന്നിട്ടുണ്ടല്ലോ. പ്രിയപ്പെട്ടവളെ ഈ കുടുംബത്തെയും ആമേൻ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് കുടുംബനാഥനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സഭയ്ക്കകത്ത് വന്ന് സാക്ഷി പറയുവാൻ പ്രിയപ്പെട്ടവൻ പറഞ്ഞ പ്രകാരം ആമേൻ തൻ്റെ കുഞ്ഞുനാളുകളിൽ ആമേൻ ദാനം പാസ്റ്ററാകുന്ന ഈ സഭയുടെ നേരത്തെയുള്ള ആമേൻ അവകാശികൾ അവിടുത്തെ നടത്തിപ്പുകാരായിരുന്നത് ആ ദിവസനാകുന്നു ഇവിടെ സഭ സ്ഥാപിച്ചതും പ്രവർത്തനമൊക്കെ ആരംഭിച്ചത്. ആമേൻ ആ നാളുകളിൽ പ്രിയപ്പെട്ട മക്കൾക്ക് ആമേൻ കുടുംബമായൊക്കെ ഇവിടെ നിൽക്കുവാൻ അവരെ അമ്മയപ്പനോടുകൂടി ചേർന്നൊക്കെ ഇവിടെ കടന്നു വരുവാനും കർത്താവിനെ ഉയർത്തുവാനും ഒക്കെയും ആമേൻ ആമ ഇടയാക്കി കർത്താവ്. എന്നാൽ പിന്നെ വർഷങ്ങൾക്ക് ശേഷം പിന്നെയും അവർക്ക് കടന്നു വന്ന് ആമേൻ ഇവിടെ ഒരു സാക്ഷ്യത്തോടുകൂടെ നിൽക്കുവാൻ കർത്താവ് കൃപ നൽകി. ആമേൻ അവരുടെ സാക്ഷ്യത്തേക്ക് ഓർത്ത് നല്ല വാക്കുകളെ ഓർത്ത് ആമേൻ പ്രത്യാശയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ കുടുംബ നാൾക്ക് നാൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ കർത്താവിൻ്റെ കരം അവരോട് കൂടെ ഇരിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ സാക്ഷ്യം പറഞ്ഞ മുഴുവൻ അംഗങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുവാൻ ഇതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സഭയോർത്ത് പ്രാർത്ഥിക്കാം. സഭയിലെ മറ്റുള്ള യോഗങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. ആമേ അതൊക്കെ തക്ക സമയങ്ങൾ നടക്കുവാൻ അതിനുള്ള ആമേ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലത്തിൽ സന്നിധി എത്ര സന്തോഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. മാസത്തിന് നമുക്ക് മാസ സമയം അതൊക്കെ എടുക്കും. നമുക്ക് അടുത്ത ആഴ്ച എഴുതാം. നമുക്ക് പ്രൈസ് ദി ലോർഡ്. നമുക്കിടെ സഭയ്ക്കകത്ത് അറിയിക്കാൻ മാസയോഗം വരുന്നുണ്ട്. തൊട്ടടുത്ത് വരികയാണ്. അടുത്ത മാസത്തിലാണ് മാസയോഗം. അത് നമുക്ക് അതിനുള്ള ക്രമീകരണങ്ങൾ പിന്നെ അടുത്ത ആഴ്ച മുതൽ നമുക്ക് സ്വീകരിക്കാം. ആമേൻ. അതിനോട് മുൻപായിട്ട് ആമേൻ നമ്മുടെ സഭയ്ക്കകത്ത് തിരുവത്താഴം നടക്കേണ്ടതുണ്ട്. ഈ മാസത്തിൽ തന്നെ ഒരു തിരുവത്താഴം നടക്കണം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആരാധനയ്ക്ക് ശേഷം തുടർന്ന് നമുക്ക് ആ ദിവസത്തെക്കുറിച്ച് തീരുമാനിക്കാം. പ്രൈസ് ദി ലോർഡ്. തിരുവത്താഴം നടക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ വളരെ കുറഞ്ഞാണ് തിരുവത്താഴം നടന്നത്. ഈ വർഷത്തിലും നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ മാസത്തിൽ തന്നെ തിരുവത്താഴം നടത്തേണ്ടതുണ്ട്. അത് നമുക്ക് തുടർന്ന് ആ സഭായോഗത്തിന് ശേഷം തീരുമാനിച്ച് നമുക്ക് ഉറപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് കാലത്തിൽ എത്ര പേര് സന്തോഷിക്കുന്നുണ്ട്. ആമേൻ. ആമേൻ. ഇന്ന് പകൽ കാലത്തിൽ ദേവസന്നിധിയിൽ കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തു മുഴുവൻ പേരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം പറയുകയാണ്. അതോടുകൂടെ എൻ്റെ സ്നേഹബന്ധത്തെ നിങ്ങളോട് അറിയിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. മുഴുവൻ പേരെയും കർത്താവ് അനുഗ്രഹിക്കും. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കണം. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, അല്ലേ? കർത്താവ് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ പ്രാർത്ഥിപ്പീൻ, ഒരുവന് വേണ്ടി പ്രാർത്ഥിപ്പീൻ. നമ്മൾ അനുദിനം പ്രാർത്ഥിക്കുന്നവരായി. നമ്മുടെ പ്രാർത്ഥനയല്ലാതെ നമുക്ക് മറ്റൊന്നുമില്ല. ദാവീദ് ഭക്തൻ പലപ്പോഴായി പറയുന്നത്, ആമേൻ, ഏതവസ്ഥയുടെ നടുവിലും ഏത് വിഷയത്തിൻ്റെ നടുവിലും ഏത് ബുദ്ധിമുട്ടുകളുടെ നടുവിലും കർത്താവേ, എനിക്ക് നിന്നോട് പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നുമില്ല. കർത്താവ് പറഞ്ഞു, ആമേൻ, ഭക്തൻ പറഞ്ഞു, ഞാൻ എൻ്റെ സങ്കടങ്ങളെ ഞാൻ കർത്താവിനോട് ഏങ്ങിപ്പറയും, എണ്ണിപ്പറയും. അങ്ങനെ നമ്മളെപ്പോഴും അതിന് കർത്താവിനോട് ഏങ്ങിപ്പറയുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ലോകത്തിൽ നമ്മുടെ സങ്കടങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും ദൈവം നിങ്ങളുടെ ദൈവസനോട് പറയാം, ദൈവത്തോട് പറയാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുവാൻ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, ആമേൻ, വീഴ്ചകൾ താഴ്ചകളൊക്കെ വരുമ്പോൾ അവൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. ആയതുകൊണ്ട് നിങ്ങളാരും മടിച്ചിരിക്കരുത്. അവൻ എപ്പോഴും വിളിച്ച് പ്രാർത്ഥിക്കണം. അവൻ എപ്പോഴും അവരുടെ ബുദ്ധിമുട്ടുകളിൽ അവർ എന്നെ വിളിക്കും, രാവിലെ ഓറും വിളിക്കും. ഞാൻ ഇന്നലെ അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചു വരികയാണ്. ആമേൻ. ആയതുപോലെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിലൊക്കെ ഞാൻ പങ്കാളിത്തം വഹിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നെ നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുകയാണ്, ദൈവം വച്ചിരിക്കുകയാണ്. മനുഷ്യനല്ല, ദൈവം തന്നെയാണ് വച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ, ഹല്ലേലൂയ, നമ്മൾ സ്തോത്രം, ആമേൻ, 118 സങ്കീർത്തനം നമ്മൾ വായിപ്പാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അതിൻ്റെ 18 അധ്യായം നമ്മൾ 118 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലത്. എല്ലാം ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ്.
നമ്മുടെ നാളുകൾ നമ്മുടെ ആശ്രയം ദൈവത്തിൽ ആശ്രയിക്കാം നമുക്ക്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമ്മൾ നാളുകളിൽ ആമേൻ ആമേൻ മനുഷ്യരിൽ ആശ്രയിച്ചാൽ ആമേൻ അത് വീഴുവാനിടയിൽ തീരും. ദൈവത്തിൽ ആശ്രയിച്ചാൽ അത് നിലനിൽക്കും, വീഴുവാനിട വരത്തില്ല. പ്രഭുക്കന്മാരിൽ ആശ്രയിച്ചാൽ അത് വീഴുവാനിടയിൽ തീരും. ദൈവത്തിൽ ആശ്രയിച്ചാൽ അത് ഉയർത്തെഴുന്നേൽക്കുവാനിടയിൽ തീരും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞെന്താണ്? നീതിമാൻ 7 പ്രാവശ്യം വീണാലും നിലം പരിചാകത്തില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ വീണാലും നിലം പരിചാകത്തില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വീഴ്ചകൾ താഴ്ചകളെല്ലാം ഹല്ലേലൂയ, വീഴ്ചകളൊന്നും ആമേൻ ഹല്ലേലൂയ തകർച്ചയ്ക്കല്ല വീണത്. ആമേൻ ആമേൻ ആമേൻ. കുഴഞ്ഞു പോയത്, തളർന്നു പോയതൊന്നും വീഴ്ചയ്ക്കല്ല, ഉയർച്ചയ്ക്കത്രേ. യെസ്, വിശ്വസിക്കുന്ന മക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശുവേ, അങ്ങയുടെ പാദങ്ങളിൽ ഞങ്ങളുടെ സഭയെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണപ്പാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ അങ്ങ് ഞങ്ങളോട് സംസാരിച്ച് തുടങ്ങിയ വിധങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവേ. ഇവിടെ ആമേൻ ദൈവഭക്തൻ പറയുകയാണ്, സങ്കീർത്തനത്തിലൂടെ 118 സങ്കീർത്തനത്തിലൂടെ ദൈവാത്മാവ് സംസാരിച്ച് തുടങ്ങുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കും നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്ന യഹോവയിൽ ആശ്രയിക്കും നല്ലത്. യെസ്, ഹല്ലേലൂയ. അതേ കർത്താവേ, ഞങ്ങൾ നല്ലത് സ്വീകരിപ്പാൻ, നല്ലത് ഞങ്ങൾ മുറുകെ പിടിക്കുവാൻ കർത്താവേ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ലോകത്തിൽ നമ്മൾ ആമേൻ ലോകത്തിൽ ആശ്രയിച്ചാലോ തകർന്നു പോകും, നിലനിൽക്കത്തില്ല. ആമേൻ ആമേൻ. നമ്മൾ താണു പോകും. ദൈവത്തിൽ ആശ്രയിച്ചാൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീരുമെന്ന്. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് ആമേൻ ലോകത്തിലുള്ളത് വീഴും, ദൈവത്തിലുള്ളത് ഉയർക്കും. ഹല്ലേലൂയ. ലോകത്താലുള്ളത് വീഴും, ദൈവത്താലുള്ളത് ഉയർക്കും എന്നുള്ളതിനെ ആസ്പദമാക്കിക്കൊണ്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ലോകത്താലുള്ളത് വീഴും, ദൈവത്താലുള്ളത് ഉയർക്കും. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ആമേൻ. ദൈവത്താൽ നമ്മൾ ഉയർക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പാപത്തിലും ശാപത്തിലും രോഗത്തിൽ നിന്ന് ദൈവം നമ്മെ ഉയർത്തി എന്നിവിടെ വച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഉയർത്തെഴുന്നേറ്റ മക്കളാണ്. നമ്മൾ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? കരങ്ങളൊന്ന് അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ നമ്മൾ ഉയർക്കപ്പെട്ടവരാണെന്ന്. നമ്മൾ താഴ്ത്തപ്പെട്ടവരായിരുന്നു, ലോകം നമ്മളെ താഴ്ത്തിയിരുന്നു, എന്നാൽ കർത്താവ് നമ്മളെ ഉയർത്തുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. ആ സന്തോഷം ഓർക്കുമ്പോൾ രോഗത്താൽ, ഭാരത്താൽ, ക്ഷീണത്താൽ ആമേൻ വീഴുവാനുള്ളവരല്ല. ആമേൻ. നാം ഉയർത്തെഴുന്നേൽക്കും. നീതിമാൻ 7 പ്രാവശ്യം, ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ 7 പ്രാവശ്യം വീണാലും അത് നിലം പരിചാകത്തില്ല. ഹല്ലേലൂയ. ആമേൻ. കർത്താവിൻ്റെ നാമത്തിന് മഹത്വപ്പ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആമേൻ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മളൊന്ന് ആമേൻ അതൊന്ന് ആ ഭാഗത്തിലേക്കൊന്ന് ചെന്നാട്ടെ. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 21 ഹല്ലേലൂയ 6, 7, 8 ചില വചനങ്ങളൊന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് എന്നോട്, നീ ചെന്ന് ഒരു കാവൽക്കാരനെ നിർത്തിക്കൊള്ളുക, അവൻ കാണുന്നത് അറിയിക്കട്ടെ. ഈരണ്ടീരണ്ടായി വരുന്ന കുതിരപ്പടയെയും കഴുതപ്പടയെയും ഒട്ടകപ്പടയെയും കാണുമ്പോൾ അവൻ ബഹുശ്രദ്ധയോടെ ശ്രദ്ധിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അവൻ ഒരു സിംഹം പോലെ അലറി, കർത്താവേ, ഞാൻ പകൽ ഇടവിടാതെ കാവൽ നിൽക്കുന്നു, രാത്രി മുഴുവനും ഞാൻ കാവൽ കാത്തുകൊണ്ടിരുന്നു. ആമേൻ. മതി. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവജനത്തിലൂടെ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 21 അധ്യായം 6 മുതൽ 9 വരെയുള്ള വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവാത്മാവ് പറയുന്നതാണ്. എന്താ നമ്മൾ വായിച്ചത്?
പ്രാരംഭം മുതൽ. കർത്താവേ എന്നോട് നീ ചെന്ന് ഒരു കാവൽക്കാരനെ കർത്താവ് പറയാണ്, പ്രവാചകനോട് പറയുന്ന ഒരു കാര്യമാണ് ദൈവാത്മാവ്. ആമേൻ ആമേൻ. നീ ചെന്നൊരു കാവൽക്കാരനെ നിർത്തുവാൻ പറയുന്നത്. കാവൽക്കാരനെ നിർത്തുവാൻ, ഹല്ലേലൂയ, ഒരു കാവൽക്കാരനെ നിർത്തുക. അവന്റെ മുമ്പിൽ കാണുന്നത് അവൻ അറിയട്ടെ എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. അവൻ കാവൽക്കാരനെ നിർത്തുക. ആമേൻ. അവൻ അറിയുന്നത്, അവൻ കാണുന്നത് തൻ അറിയട്ടെ എന്ന് പറയുകയാണ് അവൻ. ആമേൻ. എന്നാൽ കാവൽക്കാരൻ കാവൽ കാത്തുകൊണ്ട് നിൽക്കുമ്പോൾ കാണുന്നത്, ഹല്ലേലൂയ, അവിടെ വായിച്ചാലും കാണുന്നത് അറിയിക്കട്ടെ. ഈരണ്ടീരണ്ടായി വരുന്ന കുതിരപ്പടയെയും കഴുതപ്പടയെയും ഒട്ടകപ്പടയെയും കാണുമ്പോൾ അവൻ ബഹുശ്രദ്ധയോടെ ശ്രദ്ധിക്കട്ടെ എന്ന് കൽപ്പിച്ചു. ആമേൻ. സ്തോത്രം. ഇവിടെ കാവൽക്കാരോട് ദൈവാത്മാവ് പറയുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ആമേൻ. കാവൽക്കാരൻ വളരെ ശ്രദ്ധയോടെ നിൽക്കണം. അവിടെ ഈരണ്ടീരണ്ടായി വരുന്ന, ആമേൻ, കുതിരപ്പടയെയും, ആമേൻ, കഴുതപ്പടയെയും ഒട്ടകപ്പടയെയും കാണുമ്പോൾ ബഹുശ്രദ്ധയോടെ ശ്രദ്ധിച്ചു നിൽക്കണം. ഇങ്ങനെ 3 കൂട്ടർ കയറി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 കൂട്ടർ കയറി വരും. ഒന്നാമത് കുതിരപ്പട കയറി വരും, രണ്ടാമത് കഴുതപ്പട കയറി വരും, മൂന്നാമത് ഒട്ടകപ്പട കയറി വരും. ഹല്ലേലൂയ. ഇത് കാണുമ്പോൾ ബഹുശ്രദ്ധയോടെ ശ്രദ്ധിക്കട്ടെ എന്ന് ആലിലെ കാവൽക്കാരനോട് പറയുന്നിടത്തുന്നു. എന്നാൽ കാവൽക്കാരൻ ഒരു സിംഹം അലറുന്നത് പോലെ അലറിക്കൊണ്ട് താൻ രാത്രിയും പകലും അവൻ കാവൽ കാത്തു നിൽപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. തന്നെ കാവലേൽപ്പിച്ചതിനെ, തന്നെ മുമ്പിൽ കാവലേൽപ്പിച്ചതിനെ കാവൽ കാത്തുകൊണ്ട്, ആമേൻ, ഒരു സിംഹം അലറുന്നത് പോലെ കാവൽ കാത്തു നിന്നു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, അവിടെ വായിച്ചാട്ടെ. എന്നാൽ കാവൽ നിൽക്കുന്നു, രാത്രി മുഴുവനും ഞാൻ ആമേൻ. അവിടെ ഭക്തൻ പറയുക, അവിടെ കാവൽക്കാരൻ പറയുകയാണ്, ഞാൻ രാത്രി മുഴുവനും കാത്തു നിന്നു. പകൽ മുഴുവനും ഇടവിടാതെ കാത്തു നിന്നു, രാത്രി മുഴുവനും കാവൽ കാത്തുകൊണ്ടിരുന്നു. ഇതാ ഒരു കൂട്ടം കുതിരച്ചേവകർ ഈരണ്ടീരണ്ടായി കുതിരപ്പട വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ കാവൽക്കാരൻ പറയുകയാണ്, ആമേൻ, രാവിലെയും രാത്രിയും പകലും ഇടപെടാതെ അവൻ സിംഹതുല്യമായിട്ട് കാവൽ കാത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നാൽ അവൻ മറുപടി പറയുന്നത്, അവൻ കാണുവാനിടയിൽ തീർന്നത്, അവനോട് പറഞ്ഞത്, നീ ബഹുശ്രദ്ധയോടെ നിൽക്കണം. ആരാകുന്നു ഇവിടെ കയറി വരുന്നത് എന്ന് ഒന്ന് നോക്കിക്കൊള്ളണമെന്ന് ബഹുശ്രദ്ധയോടെ നോക്കിക്കൊള്ളുവാൻ, ആമേൻ, പ്രവാചകൻ പറയുവാനിടെ, ദൈവാത്മാവ് പറയുവാനിടെ തീർന്ന കാവൽക്കാരനോട്. അപ്പോഴാകുന്നു കാവൽക്കാരൻ നോക്കിക്കൊണ്ട് നിന്നപ്പോഴേ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, 3 തരത്തിലുള്ളവരാണ് കയറി വരുമെന്ന് പറഞ്ഞത്. 1 കുതിരപ്പട, ആമേൻ, 2 കഴുതപ്പട, 3 ഒട്ടകപ്പട. എന്നാൽ അവൻ ശ്രദ്ധയോടെ കാത്തുകൊണ്ട് നിന്നപ്പോൾ കയറി വന്നത് ഒരു കൂട്ടം കുതിരപ്പടയാണ് കയറി വരുന്നത്. ഹല്ലേലൂയ. വചനം വായിച്ചാട്ടെ ആ ഭാഗം മുതൽ. ഹല്ലേലൂയ. ഒരു കൂട്ടം കുതിരപ്പടയാണ്, ഒരു കൂട്ടം കുതിരച്ചേവകർ ഈരണ്ടീരണ്ടായി കുതിരപ്പട വരുന്നു എന്ന് പറഞ്ഞു വീണു ബാബേൽ വീണു. അതിലെ ദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെയും നിലത്ത് വീണ് തകർന്നു. മതി. സ്തോത്രം. അവിടെ വായിക്കണം. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ കയറി വരുന്നത് കാണുവാനിടയായി തീർന്നത് ഇപ്രകാരമാണ്. കുതിരപ്പട കയറി വരുന്നത് കാണുവാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. കുതിര എന്തിനെ കാണിക്കുന്നു? കുതിര ലോകത്തെ കാണിക്കുന്നു, ലോകത്തിൻ്റെ സമൃദ്ധിയെ കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോക ഇമ്പങ്ങളെ കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുതിര, ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ലോകത്തിലുള്ള ശക്തിയെ കാണിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, ലോകത്തിലുള്ളതിനെയൊക്കെയും കാണിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ പ്രാരംഭത്തിൽ വായിച്ചത്, ഹല്ലേലൂയ, മനുഷ്യൻ ഹല്ലേലൂയ, മനുഷ്യരിലാ നമ്മൾ, ആമേൻ, വിശ്വാസികൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, ആമേൻ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. ഇവിടെ ലോകപ്രകാരം,
ഹല്ലേലൂയ, ഒരു ശക്തിയാണ്, ലോകത്തിൽ ആശ്രയിക്കുന്ന ഒരു ശക്തിയാണ് കയറി വരുന്നത് കാണാൻ കഴിഞ്ഞത്. 3 തരത്തിലുള്ളവരെ കാണാൻ കഴിയുമെന്ന് പറഞ്ഞു. എന്നാൽ ആമേൻ, ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പറഞ്ഞത് ഹല്ലേലൂയ, കുതിരപ്പട കയറി വരും, കഴുതപ്പട കയറി വരും, ഒട്ടകപ്പട കയറി വരും. എന്നാൽ കഴുതപ്പടയല്ല, അല്ല ഒട്ടകപ്പടയല്ല, കുതിരപ്പടയാണ് കയറി വന്നത്. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ കുതിര ശക്തിയിൽ ലോകം ആശ്രയിക്കുന്നുണ്ട്. ലോകക്കാര് കുതിര ശക്തിയിൽ ആശ്രയിക്കുന്നുണ്ട്. ലോകത്തിലെ പ്രമുഖന്മാര് ആമേൻ, ലോകത്തിൽ ആശ്രയിക്കുന്ന മുഴുവനും ലോകത്തിലുള്ള ശക്തിയിൽ ആശ്രയിക്കുന്നുണ്ട്. ലോകത്തിലെ ധനത്തിൽ, ലോകത്തിലെ ആമേൻ സകല മഹത്വങ്ങളിലും അവർ ആശ്രയിക്കുകയാണ്. ലോക ആഡംബരങ്ങളിൽ, ലോക ആമേൻ ഹല്ലേലൂയ സൗഭാഗ്യങ്ങളിൽ, മനുഷ്യരിൽ, ആമേൻ പ്രഭുക്കന്മാരില്, രാജാക്കന്മാരില്, ഹല്ലേലൂയ ലോകം ആശ്രയിക്കുകയാണ്. ആമേൻ. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന താഴ്മയുള്ളവരാരും കയറി വന്നില്ലെന്നുള്ളതാണ്. ആമേൻ. 3 തരത്തിലുള്ളവര്, താഴ്മ ധരിച്ച ദൈവമക്കള് കയറി വരുമോ എന്ന് നോക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ അന്വേഷിക്കുന്നവൻ ആമേൻ ഹല്ലേലൂയ കയറി വരുമോ എന്ന് നോക്കുവാൻ പറഞ്ഞു. അവരാരും വന്നില്ല. താഴ്മയുള്ളവരാരും വന്നില്ല. സമാധാനമുള്ളവരാരും കയറി വന്നില്ല. ഹല്ലേലൂയ. ലോകത്തിന്റെ സമൃദ്ധിയിൽ ആശ്രയിക്കുന്നവർ ആമേൻ കുതിര ശക്തിയിൽ, ധനമാഹാത്മ്യത്തിൽ, പുത്രസമ്പത്തിൽ ആശ്രയിക്കുന്ന ദൈവം ആമേൻ ജനമാണ്. ആമേൻ കുതിര ശക്തിയിൽ അവരാണ് കയറി വന്നത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിൽ ആശ്രയിച്ചാൽ നിലനിൽക്കത്തില്ല. ലോകത്തിൽ ആശ്രയിച്ചാൽ വീഴുവാനിടയെ തീരും. ലോകത്തിൽ ആശ്രയിച്ചാൽ തളർന്നു പോകുവാനിടയെ തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് പറയുന്ന കാര്യമാണ്, തുടർന്ന് അവിടെ വചനമാണ് എഴുതിയിരിക്കുന്ന വചനമാണ്, ബാബേൽ വീണു. ബാബേൽ വീണു. ആ വചനം വായിച്ചാട്ടെ സിസ്റ്ററെ. ആമേൻ. ബാബേൽ വീണു, അതിന്റെ വിഗ്രഹങ്ങളെല്ലാം വീണു. ബാബേൽ വീണു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാബേൽ വീണു എന്ന് പറയുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് അവിടെ പറയുകയാണ്, ബാബേൽ വീണു. പ്രൈസ് ദി ലോർഡ്. ബാബേലിനെ കുറിച്ച് നമുക്കറിയാമല്ലേ? ബാബേൽ രാജാവ് ഇസ്രായേൽ മക്കളെ ബന്ധിച്ച് ബദ്ധന്മാരായി അനേകർ ഇസ്രായേൽ മക്കളെ പിടിച്ചുകൊണ്ടുപോയി ബന്ധിച്ച് ബദ്ധന്മാരാക്കി വെച്ചിരുന്നു. അവരെ കൊണ്ട് ഊഴിയ വേലകളൊക്കെ ചെയ്യിച്ചു. അവിടെ സംഭരണ നഗരങ്ങൾ പണിയുവാനിടയിൽ ബാബേൽ രാജാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ സമ്പത്തിൽ ആശ്രയിച്ചു, അവർ മനുഷ്യരിൽ ആശ്രയിച്ചു, അവർ പ്രഭുക്കന്മാരിൽ ആശ്രയിച്ചു, അവർ കുതിര ശക്തിയിൽ ആശ്രയിച്ചു. ഹല്ലേലൂയ. ദൈവം പറയുന്നു മനുഷ്യരിൽ ആശ്രയിക്കുന്ന, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലതെന്ന് ദൈവാത്മാവ് പറയുന്നു. എന്നാൽ അവർ ആശ്രയിച്ചത്, ബാബേലിലുള്ള മുഴുവൻ പേരും ആമേൻ ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ ഉപരിയായി ആമേൻ ലോകത്തിൽ ആശ്രയിച്ചു, പ്രഭുക്കന്മാരിൽ ആശ്രയിച്ചു, ബിംബങ്ങളിൽ, സ്തംഭങ്ങളിൽ, ആശേര പ്രതിഷ്ഠകളിൽ ആശ്രയിച്ചു. അവർ ദൈവത്തിൽ ആശ്രയിച്ചില്ല. എന്നാൽ ആമേൻ ഇസ്രായേൽ മക്കളെ പീഡിപ്പിച്ച് അവര് ആമേൻ സംഭരണ നഗരങ്ങൾ പണിതു വന്നു. ആമേൻ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പിന്നെയും നമ്മൾ ഫറവോനെ കുറിച്ച് നോക്കിയാൽ, ഫറവോൻ രാജാവ് എന്താ ചെയ്തത്? ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞത് ആമേൻ ഹല്ലേലൂയ ബാബേൽ രാജാവിനെ കുറിച്ച് നമ്മൾ ചുരുക്കമായി ചിന്തിപ്പാനിടയിൽ തീർന്നു. തുടർന്ന് മിസ്രയീമിലെ ഫറവോൻ രാജാവ് എന്താണ് ചെയ്തത്? ഇസ്രായേൽ മക്കളെ ബദ്ധരാക്കി പിടിച്ചുകൊണ്ടുപോയി അടിമവേല ചെയ്യിപ്പിച്ചവര്. ഫറവോൻ രാജാവ് സംഭരണ നഗരങ്ങൾ പണിതു. ഹല്ലേലൂയ. അടിമകളാക്കി വെച്ചു ഇസ്രായേൽ മക്കളെ, ദൈവത്തിന്റെ മക്കളെ. ആമേൻ, ആമേൻ. ദൈവത്തിന്റെ മക്കള് ദൈവനാമ മഹത്വത്തിന് ജീവിക്കേണ്ടവരാണ്. ദൈവത്തിൽ സന്തോഷിച്ച്, ദൈവത്തിൽ പ്രത്യാശിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച് ഉയർച്ച പ്രാപിക്കേണ്ട ദൈവമക്കളെ അവർ ലോകം ബദ്ധരായി പിടിച്ചു കൊണ്ടുപോയി. ഹല്ലേലൂയ. അവർ ആമേൻ ഹല്ലേലൂയ ഫറവോൻ മിസ്രയീമിൽ വെച്ച് അവരെ ബദ്ധരാക്കി പീഡിപ്പിച്ചു. അവരെ ബുദ്ധിമുട്ടിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംഭരണയുടെ പുറപ്പാട് പുസ്തകം ആമേൻ 9 ആമേൻ 1 മുതൽ 4 വരെയുള്ള വചനം വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം. പ്രൈസ് ദി ലോർഡ്. അവിടെ ഫറവോൻ സംഭരണ നഗരങ്ങൾ പണിതു എന്ന് പറയപ്പെടുന്നു. എന്തെന്നാൽ മൈക്കിൽ കൂടെ
യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. വിട്ടയക്കാൻ നിർത്തിയാൽ കുതിര, കഴുത, ആമേൻ, കന്നുകാലി മതി, അങ്ങനെ സകലത്തിൻ്റെ മേലും എൻ്റെ കൈ വരും. ഇവിടെ പറയപ്പെടുന്നത് ഫറവോനോട് പറയുന്ന ദൈവം പറയുന്നതാണ്, ആമേൻ, എൻ്റെ ജനത്തെ ഇസ്രായേലിനെ, ദൈവമക്കളെ നീ ആമേൻ ബന്ധിച്ചു വച്ചിരുന്നാൽ, അവരെ മുൻപോട്ട് പോകാൻ കഴിയാത്ത വിധം ഭാരപ്പെടുത്തി രോഗത്തിലും ദുരിതത്തിലും ദുഃഖത്തിലും ആഴ്ത്തി കളഞ്ഞാൽ നിന്നെ ഞാൻ വിടത്തില്ലെന്നാണ് ലോകത്തോട് പറയണ ദൈവന്മാവ് പറയാണ്. വൈരിയോട് പറയാണ്, എതിരിയോട് പറയാണ്, നമ്മുടെ ശത്രുവിനോട് പറയാണ്. ആമേൻ, എന്റെ ജനത്തെ വിട്ടയക്കാൻ പറയാണ്. ഫറവോനോട് പറയാണ്, ലോകത്തിന്റെ അധിപതികളോട് പറയുകയാണ്, ലോക ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നവരോട് പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കാത്തവരോട് പറയാണ്, എന്റെ ജനത്തെ വിട്ടയക്കാൻ നിന്നോട് ഞാൻ പറയുന്നു. അഥവാ വിട്ടയച്ചില്ലെങ്കിൽ, അവരെ യഥാർത്ഥത്തിൽ വിട്ടയച്ചില്ലെങ്കിൽ, നീ അടിമയാക്കി വെച്ച് എന്റെ ജനത്തെ പീഡിപ്പിച്ചാൽ നിന്റെ കുതിരയെ, നിന്റെ സമൃദ്ധിയെ ഞാൻ തകർക്കും, നിന്റെ ആടുമാടുകളെ, നിന്റെ കഴുതയെ, നിന്റെ ഒട്ടകങ്ങളെ എല്ലാം ഞാൻ തകർക്കും എന്ന് ദൈവം പറയാണ്. മിസ്രയീം രാജാവിനോട് പറയാണ്, ലോകത്തിന്റെ അധിപതികളോട് പറയുകയാണ്. അതുകൊണ്ടാകുന്നു ആമേൻ, ലോകപ്രകാരം ആമേൻ ദൈവമക്കളെ നയിച്ചാൽ അത് വീഴുവാനിടയെ തീരും. ഹല്ലേലൂയ. ഇവിടെ ആമേൻ ഹല്ലേലൂയ ദൈവജനത്തോട് പറയുന്നത്, ബാബേൽ വീണു, ബാബേലിലെ വിഗ്രഹങ്ങൾ വീണു, അത് ഉടഞ്ഞു കിടക്കുന്നു. അതിന് ആമേൻ ബിംബങ്ങൾ, സ്തംഭങ്ങൾ കൊണ്ട് ഹല്ലേലൂയ ദൈവമക്കളെ ഉയർത്തുവാൻ, ആമേൻ അവരെ ബലപ്പെടുത്തുവാൻ കഴിയുന്നതല്ല. ആമേൻ ആമേൻ. ഇതൊക്കെ ഞാൻ പറയുന്നതിൻ്റെ സാരാംശം എന്ന് പറയുന്നത്, ലോകക്കാർ ആശ്രയിക്കുന്നതൊക്കെ ഇതിലൊക്കെയാണ്. ലോക സമൃദ്ധിയിൽ, ലോകത്തിലെ പ്രഭുക്കന്മാരിൽ, ലോകത്തിലെ നടത്തിപ്പുകാരിൽ, ലോക ആഡംബരങ്ങളിൽ, ലോകത്തിൻ്റെ കോടിവരികളിൽ, ആമേൻ വാൾപ്പെരുപ്പത്തിൽ, ആമേൻ അശ്വബലത്തിൽ, ആയുധബലത്തിൽ, മിസൈലുകളിൽ, ആയുധങ്ങളിലൊക്കെയാണ് ലോകം ആശ്രയിക്കുന്നത്. ആമേൻ. ദൈവം പറയുന്നു, ലോകത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലത്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലം കഴിഞ്ഞ കാലം ലോകപ്രകാരം കടന്നു വന്നൊരു കാലമായിരുന്നു. ആ കാലം അത് ന്യായപ്രമാണ കാലമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ന്യായപ്രമാണത്തിന്റെ കാലമായിരുന്നു. ആ കാലത്തിൽ സകലതും വീണുപോയി. ബാബേൽ രാജാവ് വീണുപോയി, ഫറവോൻ വീണുപോയി, അങ്ങനെ സകല രാജാക്കന്മാരും വീണുപോയ കാലങ്ങളുടെ നടുവിൽ നിന്നാണ് ദൈവാത്മാവ് തന്റെ ജനത്തെ പുറത്തു കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ഹല്ലേലൂയ ആമേൻ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും ഞാൻ പണിയും, അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും നിവർത്തും. മനുഷ്യരെ ശേഷിപ്പിക്കുന്നവരെ, പിന്നെ കർത്താവിന്റെ നാമം പിന്നെയും വീണുപോയവർ, അവരുടെ രാജാക്കന്മാരുടെ കാലത്ത് വീണുപോയവർ, തളർന്നു പോയവർ, ഓടിപ്പോയി ചെതറിപ്പോയവരൊക്കെയും. അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. മനുഷ്യരിൽ ശേഷിച്ചവരും എന്നെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കുമെന്ന് ഇത് പൂർവ്വകാലം മുതൽ അറിയിക്കുന്ന കർത്താവ്. ഇതൊരു വീണ്ടെടുപ്പിന്റെ കാലമാണ്. പ്രൈസ് ദി ലോർഡ്. രാജാക്കന്മാരുടെ കാലമല്ല. ഹല്ലേലൂയ. ആമേൻ. രാജാക്കന്മാരുടെ വാഴ്ചകളൊക്കെ വീണുപോയി, അവരുടെ ബിംബങ്ങളൊക്കെയും ആമേൻ ലോകത്തിലെ ആശ്രയമൊക്കെയും വീണുപോയി. പകൽക്കാലത്തിലെ ഹല്ലേലൂയ വീണുപോയ കൂടാരത്തെ വീണ്ടും നിവർത്തുന്ന കർത്താവായ യേശു ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തിയിലൂടെ പിന്നെയും സംസാരിച്ച് തുടങ്ങുന്നതാണ് ഇന്നത്തെ പകൽക്കാലത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മള് അപ്പോസ്തലനായ പൗലോസിനെ നമ്മൾ നോക്കുമ്പോൾ, അപ്പോസ്തലനായ പൗലോസ് ന്യായപ്രമാണ പ്രകാരം, മോശയുടെ ന്യായപ്രമാണ പ്രകാരം, പഴയ നിയമപ്രകാരം വലിയൊരു യോദ്ധാവായിരുന്നു, വലിയൊരു യുദ്ധവീരനായിരുന്നു. ന്യായപ്രമാണത്തിന് വേണ്ടി ഹല്ലേലൂയ വളരെ
ന്യായപ്രമാണം അപ്പോസ്തല പ്രവൃത്തികൾ 22:3 മുതൽ ചില വചനങ്ങൾ വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 22:3 മുതൽ അവിടെ കാണാൻ കഴിയുന്നത് അപ്പോസ്തലനായ പൗലോസിനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ് ന്യായപ്രമാണ കാലത്തിലെ വലിയൊരു പ്രമാണിയായിരുന്നു. അവിടെ സ്തോത്രം അപ്പോസ്തലനായ പൗലോസ് പറയുന്ന കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ ന്യായപ്രമാണ പ്രകാരമുള്ള അറിവിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഗമാലിയലിന്റെ കാൽക്കലിരുന്ന് ദൈവവചനം പഴയ നിയമം സമ്പൂർണമായി പഠിച്ചു. അതിനുവേണ്ടി അഹോരാത്രം പോരാടിയ ഒരു യോദ്ധാവായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. ആ പൗലോസിനെ ദൈവം ഹല്ലേലൂയ കൃപയുടെ കാലത്തിലേക്ക് ന്യായപ്രമാണ കാലഘട്ടത്തിൽ നിന്ന് വീണുപോയ പ്രമാണത്തിൻ്റെ കാലത്തിൽ നിന്ന് ഹല്ലേലൂയ വിശ്വാസ പ്രമാണത്തിൻ്റെ കാലത്തിലേക്ക് അവനെ കൊണ്ടുവരുവാനിടയിൽ തീർന്നു. അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ ഇവിടെ വിവരിക്കുന്ന പുതിയ നിയമപ്രകാരം വിവരിക്കുന്ന കാര്യമാണ്. വായിച്ചാലും ദേവാസിയെ, ഞാൻ കിലിക്കിയയിലെ തർസോസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്നു ഗമാലിയേലിന്റെ കാൽക്കൽ ഇരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനുമാകുന്നു. നിങ്ങൾ എല്ലാവരും ഇന്ന് ആമേൻ ഇരിക്കുന്നത് പോലെ ദൈവസേവയിൽ പറയുന്നത് ഈ ദൈവസേവയിൽ എരിവുള്ളവരായി തീർന്നു. നിങ്ങൾ എരിവുള്ളവരെ പോലെ, ന്യായപ്രമാണ പ്രകാരം എരിവുള്ളവനെ പോലെ നിങ്ങൾക്ക് ഒരു എരിവുണ്ടെങ്കിൽ ഹല്ലേലൂയ, എനിക്കും ന്യായപ്രമാണ പ്രകാരം എരിവുള്ളവനായിരുന്നു. മാത്രവുമല്ല ഈ ദൈവസേവയിൽ ഹല്ലേലൂയ അനേകർക്കൊന്നും സേവയില്ല കേട്ടോ. എരിവുണ്ട്. ആമേൻ. ന്യായപ്രമാണത്തിൽ എരിവുണ്ട്, പക്ഷെ സേവയില്ല. പക്ഷേ ഈ സേവയിൽ എരിവുള്ളവനാകുന്നു. ഹല്ലേലൂയ എന്നാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ. ആമേൻ ആമേൻ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 9:1 മുതൽ വായിക്കുമ്പോൾ ഹല്ലേലൂയ 1 മുതൽ വായിക്കുമ്പോൾ ഒന്ന് വായിച്ചാട്ടെ. 1 മുതൽ ചില വചനങ്ങൾ. ഭീഷണിയും കൊലയും ദമസ്കോസിൽ വല്ല പുരുഷന്മാരെയോ അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ പൗലോസിനെ കുറിച്ച് നമുക്കറിയാം. പൗലോസിനെ പിന്നെ ഹല്ലേലൂയ ശൗലിനെ പൗലോസാക്കി മാറ്റി. ഹല്ലേലൂയ. ശൗൽ എന്നാണ് ആദ്യത്തെ പേര്. ഈ ശൗലിനെ ഹല്ലേലൂയ ശൗലിനെ കുറിച്ച് ആദ്യം നമുക്കറിയാവുന്നത് പോലെ ന്യായപ്രമാണ പ്രകാരം വലിയൊരു ന്യായപ്രമാണ കാലത്തിനു വേണ്ടി, രാജാക്കന്മാർക്ക് വേണ്ടി, ആ കാലവാഴ്ചയ്ക്ക് വേണ്ടി വളരെ അഹോരാത്രം പോരാടിയ ഒരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ന്യായപ്രമാണ പ്രകാരം ഹല്ലേലൂയ എരിവുള്ളവനാകുന്ന, വാഞ്ചയുള്ളവനാകുന്ന ഹല്ലേലൂയ ശൗല്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിന്റെ കാലമായപ്പോൾ ന്യായപ്രമാണത്തിന് മാറ്റം വന്നു. വിശ്വാസ പ്രമാണം വരുവാനിടയിൽ തന്നു. കൃപയാലുള്ള വിശ്വാസ പ്രമാണമാണ് കർത്താവിൻ്റെ കാലത്തുള്ളത്. അങ്ങനെ ന്യായപ്രമാണം വിശ്വാസ പ്രമാണമായി തീർന്നപ്പോൾ ഹല്ലേലൂയ വിശ്വാസ പ്രമാണത്താലുള്ള മാർഗക്കാരെ ഭൂമിയിൽ വെച്ചേക്കാൻ പാടില്ല. ഹല്ലേലൂയ എന്നുള്ള ഹല്ലേലൂയ തീരുമാനത്തോടുകൂടെ ഹല്ലേലൂയ ന്യായപ്രമാണ പ്രകാരം മാത്രം മതി. ന്യായപ്രമാണ പ്രകാരം വളരെ എരിവുള്ളവനാണ് പൗലോസ് ശൗല്. ഹല്ലേലൂയ. ന്യായപ്രമാണ പ്രകാരം മതി, അതാണ് ദൈവത്തിന്റെ നിയമം. എന്നാൽ ദൈവം ന്യായപ്രമാണത്തെ കൃപയുടെ പ്രമാണമാക്കി, വിശ്വാസ പ്രമാണമാക്കി, പുതിയ പ്രമാണമാക്കി തീർത്തതിന് ശേഷം ഹല്ലേലൂയ ദൈവരാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ആ ശുശ്രൂഷയ്ക്കായിട്ട് പൗലോസിനെ ദൈവം വിളിപ്പാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ.
എന്നാൽ ഈ പൗലോസിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ആമേൻ, ഈ മാർഗക്കാരായ, ഈ വിശ്വാസ പ്രമാണത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന മാർഗക്കാരെ ആരെ കിട്ടിയാലും, കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവരെ എവിടെ കണ്ടു കിട്ടിയാലും, ഈ മാർഗക്കാരെ എവിടെ കണ്ടു കിട്ടിയാലും അവരെ കൊല്ലണം. ശൗല് നേരത്തെ ആമേൻ യഹൂദ മതത്തിലുള്ളവരായിരുന്നു, യഹൂദ മതക്കാരനായിരുന്നു. പിന്നത്തേതിൽ യേശുവിന്റെ മാർഗമായി തീർന്നു. അത് വിശ്വാസ പ്രമാണമുള്ള മാർഗമാണ്. ഈ മാർഗക്കാരെ എവിടെ വെച്ച് കണ്ടാലും അവരെ കൊല്ലണമെന്ന്, അവരെ മുഴുവനും കൊന്നു മുടിക്കണമെന്നുള്ള ആമേൻ പുരോഹിതന്മാരുടെ അനുവാദ പത്രമൊക്കെ വാങ്ങി അവൻ ദമസ്കോസിലൂടെ ഇങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ സവാരി ചെയ്ത് ഇങ്ങനെ വരികയാണ്. കുതിരപ്പുറത്ത് കയറി ഇങ്ങനെ ആമേൻ ചാടി ചാടി ജമ്പ് ചെയ്ത് ആ സമൃദ്ധിയിൽ, ആമേൻ ന്യായപ്രമാണ സമൃദ്ധിയിൽ, ഹാലേലൂയ, ഓ ഹാലേലൂയ, നികുതിയുടെ സമൃദ്ധിയിൽ, ഓ ഹാലേലൂയ, അവൻ കുതിരപ്പുറത്ത് ഇങ്ങനെ മെതിച്ചു വരുമ്പോഴാകുന്നു ആമേൻ കർത്താവിന്റെ മാർഗക്കാരെ എവിടെ വെച്ച് കണ്ടുകിട്ടിയാലും കൊന്നുമുടിക്കണം. ഈ മാർഗത്തിലുള്ള ശിഷ്യന്മാരെ മുഴുവനും കൊന്നുമുടിക്കണം, അതിൽ വിശ്വസിക്കുന്നവരെ കൊന്നുമുടിക്കണമെന്ന് ആമേൻ പൗലോസ് തീരുമാനിച്ചുകൊണ്ട് അവർ പുരോഹിതന്മാരുടെ അധികാരപത്രമായിട്ട് ഇങ്ങനെ ദമസ്കോസിന്റെ പടിവാതിൽക്കലൂടെ കുതിര പയറ്റി ഇങ്ങനെ വരുമ്പോഴാകുന്നു ദൈവത്തിന്റെ ആത്മാവരെ പിടിപ്പാനിടയിൽ തീർന്നത്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 22 ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ 1 മുതൽ വായിച്ചാട്ടെ, തുടർന്ന് വായിച്ചാട്ടെ. ആമേൻ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ ആമേൻ 9:1 മുതൽ തന്നെ. നേരെ ഭീഷണിയും കൊലയും വിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്ന് ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടുകൊണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള അധികാരപത്രവും വാങ്ങി. അധികാരപത്രം വാങ്ങി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തുറന്ന് വായിക്കണം. ഹല്ലേലൂയ. അവിടെ നമുക്ക് നമ്മൾ വായിച്ചതുപോലെ ആമേൻ ദമസ്കോസിന്റെ പടിവാതിൽക്കലൂടെ കുതിരപ്പടയിൽ ഇങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ ശൗല് വരികയാണ്. ദൈവത്തിന്റെ മാർഗക്കാരെ, കർത്താവിന്റെ മാർഗക്കാരെ, കർത്താവ് യേശുവിന്റെ മാർഗക്കാരെ, അവനിൽ വിശ്വസിക്കുന്നവരെ ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഒന്ന് പിടിക്കുവാനായിട്ട് ന്യായപ്രമാണ ആമേൻ ആചാര്യൻ വരികയാണ്. ഹല്ലേലൂയ. അവിടെ ദമസ്കോസിന്റെ പടിവാതിലേക്ക് വെച്ച് ഒരു വലിയ വെളിച്ചം അവനവന്റെ. ഹല്ലേലൂയ. അവൻ കുതിരപ്പുറത്ത് നിലത്തു വീണു. അവന്റെ കുതിര സവാരി. ഹല്ലേലൂയ. മനുഷ്യരിലുള്ള ആശ്രയം, പ്രമുഖന്മാരുള്ള ആശ്രയം, ലോകപ്രകാരമുള്ളതിലുള്ള ആശ്രയം ഇവിടെ വീഴുവാനിടയിൽ തീർന്നു. അവൻ നിലത്ത് അവനെ തള്ളിയിട്ടു. നിർത്തു നിന്റെ കുതിര സവാരി. ഹല്ലേലൂയ. നിലത്ത് വീഴുന്നപ്പോഴാകുന്നു ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, അവൻ കുതിരപ്പുറത്ത് നിന്ന്, ആമേൻ, സമൃദ്ധിയുടെ പുറത്ത് നിന്ന്, ആമേൻ, ലോകത്തിൻ്റെ ആമേൻ ആഡംബരങ്ങളുടെ പുറത്ത് നിന്ന്, ലോകശക്തിയുടെ പുറത്ത് നിന്ന് നിലത്ത് വീഴുന്നപ്പോഴാണ് ശൗല് ഹല്ലേലൂയ ദൈവത്തെ കണ്ടത്. ആമേൻ, നിലത്ത് വീണ്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, അവന്റെ ഒരു വലിയൊരു വെളിച്ചം അവന് മിന്നി. ആ വെളിച്ചം അവനെ മിന്നിയപ്പോൾ തന്നെ അവന്റെ കാഴ്ചയങ്ങ് പോയി. അവൻ നിലത്ത് വീണ് കണ്ണ് കണ്ടുകൂടാത്തവനായി തീർന്നു. അപ്പോഴാണ് ആമേൻ അവന് 1 ഇഞ്ച് മുൻപോട്ടോ സാധ്യമല്ല ഇനി. ആമേൻ. അപ്പോഴാകുന്നു ഒരു ചിന്താ സിസ്റ്റം വായിച്ചാലും മകളെ. ആമേൻ. അങ്ങനെ ഒരു ശബ്ദം കേട്ടു. ഓ ഹല്ലേലൂയ, ആമേൻ, ദേമേൻ. ശൗല് അവിടെ വീണ് കിടക്കുമ്പോഴാകുന്ന ഒരു ദൈവശബ്ദം കേൾക്കുന്നത്. സമൃദ്ധിയെ വിട്ട് നിലത്തിറങ്ങിയപ്പോഴാകുന്നു അവൻ ദൈവശബ്ദം കേൾക്കുന്നത്. ഇന്ന് പലരും ഹല്ലേലൂയ കുതിരപ്പുറത്താണ് യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നത്. കുതിരപ്പുറം മതി, താഴ്മയെന്ന് വേണ്ട. താഴേന്ന് ഇറങ്ങത്തില്ല. ഞങ്ങൾ പിടിച്ച പിടിതന്നെ, ഞങ്ങൾ പിടിച്ചതിന് പുളിയും കൊമ്പെന്നുള്ള രീതിയിലാണ് പലരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഓ, താഴ്മയുടെ സുവിശേഷം ഒന്നും വേണ്ട. ആമേ, താഴ്മയുടെ സുവിശേഷം വേണ്ട. ആമേ, കുതിരപ്പുറത്തുള്ളത് മതി.
നന്മ മതി, അനുഗ്രഹങ്ങൾ മതി, ഉയർച്ച മതി, ശ്രേഷ്ഠാധികാരങ്ങൾ മതി. ഹല്ലേലൂയ. പ്രഭുവായിരിക്കുന്നത് മതി, രാജാവായിരിക്കുന്നത് മതി. ശിഷ്യത്വം പ്രാപിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. യേശു പുതിയ നിയമത്തിൽ ശിഷ്യന്മാരെ നിയമിപ്പാനിടയിൽ തീർന്നു. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് വായിക്കുമ്പോഴാകുന്നു കാണുന്നത്, ആമേൻ, യേശു ആമേൻ, ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഹല്ലേലൂയ, ആമേൻ, പൗലോസ് ചോദിക്കുകയാണ്, ശൗല് ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവെന്ന്. അവനൊന്നറിയാം, എല്ലാറ്റിനും ഉപരി ഒരു കർത്താവുണ്ടെന്ന്. നമ്മളെ നടത്തുന്ന ന്യായപ്രമാണ കാലത്തിലും കൃപയുടെ കാലത്തിലും ആമേൻ, വിശ്വാസ പ്രമാണ പ്രകാരം ഒരു കർത്താവ് ഉണ്ട്. ആമേൻ, ഏത് പ്രകാരമായിരുന്നാലും ഒരു കർത്താവുണ്ട്. കർത്താവ് തന്നെ പിടിച്ചിരിക്കുന്നു, കർത്താവ് തന്നെ തള്ളിയിട്ടിരിക്കുന്നു, താൻ വീണിരിക്കുന്നു. ലോകത്തിൽ നിന്ന് താൻ വീഴുവാനിടയിൽ തീർന്നു. അവൻ ശരിക്കും അവന് കണ്ടു. അവൻ ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ എന്ന്. ആമേൻ. ശൗലിന് നന്നായിട്ടറിയാം, കർത്താവിനെ തിരിച്ചറിയാം. തുടർന്ന് വായിച്ചാലും മകളെ, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന ആമേൻ, യേശു ആകുന്നു. ആമേൻ, ഹല്ലേലൂയ. നീ ഉപദ്രവിക്കുന്ന യേശു. ആമേൻ. നമ്മളെ ഓരോരുത്തരെയും പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും നമ്മെ വിടുവിപ്പാൻ ലോകത്തിൽ അവതരിച്ച്, ആമേൻ, ആമേൻ, നമുക്ക് വേണ്ടി അവൻ സ്നാനമേറ്റു. നമുക്ക് വേണ്ടി അവൻ കാൽവരിയുടെ കുലത്തളത്തിൽ അടിയേറ്റ് ഇടിയേറ്റ് നുറുങ്ങി രക്തം ചിന്തി നമ്മെ വീണ്ടെടുത്ത യേശു, നമ്മുടെ രക്ഷകനാകുന്ന യേശു ആകുന്നു. ഞാൻ ലോകത്തിന്റെ പാപത്തെ ചുമക്കുവാൻ വന്ന യേശു ആകുന്നു. ദൈവത്തിന്റെ കുഞ്ഞാട് ഞാനാകുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. അവരോട് ആമേൻ, യേശു, ആ കർത്താവായ യേശു പൗലോസിനോട് സംസാരിപ്പാനിടയിൽ തീർന്നു. ആമേൻ. തുടർന്ന് അനന്തരം വായിച്ചാലും, തുടർന്ന് നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, ചെയ്യേണ്ടത് ആ ആ ആ ആ മതി. സ്തോത്രം. അവിടെ പൗലോസിനെ, ശൗലാകുന്ന പൗലോസിനെ ദൈവം വിളിക്കുകയാണ്. തന്നെ ആമേൻ, ഹല്ലേലൂയ. നീ പൗലോസേ, നീ എഴുന്നേൽക്ക, നീ പട്ടണത്തിൽ ചെല്ലുക. ആമേൻ, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നീ ചെയ്യേണ്ടത്, എനിക്ക് വേണ്ടി നീ ചെയ്യേണ്ടത്, നീ ന്യായപ്രമാണ പ്രകാരം എരിവുള്ളവനെന്ന് എനിക്കറിയാം. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ നീ വിശ്വാസ പ്രമാണ പ്രകാരം എനിക്ക് വേണ്ടി ചെയ്യേണ്ടത്, ആമേൻ, ഞാൻ അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് പറയുവാനിടയായിരുന്നു. ശൗലിനെ എങ്ങനെ, ആമേൻ, ഹല്ലേലൂയ, പട്ടണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ, ആമേൻ, ഹല്ലേലൂയ, 9:10 മുതൽ വായിക്കുമ്പോൾ അവിടെ, ആമേൻ, മകളെ ഒന്ന് വായിച്ചാലും, എന്നാൽ അനന്യാസ് എന്ന് പറയുന്ന ശിഷ്യൻ ദമസ്കോസിലുണ്ടായിരുന്നു. കർത്താവ് ദർശനത്തിൽ അനന്യാസെ എന്ന് വിളിച്ചു. കർത്താവേ, എന്താ അടിയനിതാ. വിളി കേട്ടു. എഴുന്നേറ്റ് ആ ആ ആ ആ ആ ആ ആ ആ ആ അവൻ കണ്ടിരിക്കുന്നു എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. മതി. സ്തോത്രം. അവിടെ കാണുവാൻ പൗലോസിനെ കർത്താവ് പുതിയ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. ഹല്ലേലൂയ. അവൻ പഴയ നിയമ ഉപദേശിയായിരുന്നു. പഴയ നിയമത്തെ ആമേൻ കാലഘട്ടത്തിന് വേണ്ടി, രാജാക്കന്മാർക്ക് വേണ്ടി, ആ വാഴ്ചയ്ക്ക് വേണ്ടി അവൻ അഹോരാത്രം പോരാടിയ വ്യക്തിയായിരുന്നു. അവൻ യുദ്ധം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ. എന്നാൽ പുതിയ നിയമ സഭയിലേക്ക്, പുതിയ ദൈവത്തിന്റെ കൃപയാലുള്ള ഹല്ലേലൂയ വിശ്വാസ പ്രമാണ പ്രകാരം നടക്കേണ്ട അവനെ തിരഞ്ഞെടുക്കുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. തുടർന്ന് 9:17 വായിക്കുമ്പോൾ, 17 വായിച്ചാലും മകളെ, അനന്യാസ് കൈവച്ചു. ശൗലേ, ആമേൻ, ആമേൻ,
ആ ആ മതി. സ്തോത്രം. അവിടെ ഹല്ലേലൂയ ശൗലിനെ അവിടെ ആമേൻ ആമേൻ സ്നാനമേൽപ്പിച്ചു പരിശുദ്ധാത്മ പൂർണ്ണനാക്കിയെന്ന് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അവൻ പുതിയ നിയമസഭയ്ക്ക് ഹല്ലേലൂയ ഭാഗവത്തായി തീരണമെങ്കിൽ ഹല്ലേലൂയ മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കണം. പഴയ നിയമപ്രകാരം പഴയ ആചാരങ്ങൾ പ്രകാരം അങ്ങനെ നടന്നാൽ സാധ്യമല്ല. പുതിയ നിയമപ്രകാരം നമുക്ക് മുൻപോട്ട് പോകണം. കർത്താവിൻ്റെ കൃപയും അനുഭവിക്കണം. കൃപാവരങ്ങൾ കൃപ അനുഭവിക്കണമെങ്കിൽ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ദാനങ്ങൾ, കർത്താവ് ഒരുക്കിയ സൗഖ്യം സമാധാനമൊക്കെയും അനുഭവിക്കണമെങ്കിൽ നാം ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കണം. നമ്മൾ പഴയ നിയമപ്രകാരം എത്ര തന്നെ വലിയ യുദ്ധവീരനായിരുന്നാലും, എത്ര വലിയ യോദ്ധാവായിരുന്നാലും, എത്ര വലിയ പോരാളിയായിരുന്നാലും, ആമേൻ ഹല്ലേലൂയ എത്ര വലിയ ഉയർച്ചയിൽ ആമേൻ ധനമാഹാത്മ്യത്തിലോ സമ്പത്തിലോ ആമേൻ രാജ്യങ്ങൾ പട്ടണങ്ങളൊക്കെ കീഴടക്കി വെച്ചിരുന്നാലും അവൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവൻ വിശുദ്ധീകരണ സ്നാനമേൽക്കണം. അവൻ പരിശുദ്ധാത്മാവായി പ്രാപിക്കണം. അവിടെ കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ പൗലോസിനെ പുതിയ നിയമസഭയ്ക്കായിട്ട് അവനെ വിളിപ്പാനിടയിൽ തീർന്നു. സ്നാനമേറ്റു പരിശുദ്ധാത്മാവ് അവനാൽ നിറച്ചു എന്നാണ്. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ പൗലോസ് പുതിയ ശക്തി പ്രാപിപ്പാനിടയിൽ തീർന്നു. പുതിയ ശക്തി, പുതുശക്തി. ആമേൻ ഹല്ലേലൂയ. ആമേൻ ആമേൻ. നമ്മുടെ ജീവിതത്തിലെ ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് ആമേൻ വിശ്വാസ പ്രമാണ പ്രകാരം ഹല്ലേലൂയ ആമേൻ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ നമ്മൾ പുതിയ ആമേൻ സൃഷ്ടിയായും പുതിയ ശക്തിയായും തീരുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പിന്നെ പഴയ ശക്തികളൊന്നും നമ്മളിൽ വാഴത്തില്ല. പഴയ ശക്തികളെയൊക്കെ നമ്മൾ ആമേൻ നിർമ്മാർജ്ജനം ചെയ്യുകയാണ്. സ്നാനത്തിലൂടെ നമ്മളെ കുഴിച്ചിടുകയാണ്. നമ്മളെ ഇതുവരെ കഴിഞ്ഞ നാളുകളിൽ ഭരിച്ചു വന്ന ലോകത്തിന്റെ സകല ശക്തികളും കുഴിച്ചിട്ട് ആമേൻ ഹല്ലേലൂയ ഉയർത്തി ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്രകാരം ഇവിടെ പൗലോസിനെ ആമേൻ ആമേൻ ഹല്ലേലൂയ സ്നാനത്തിലൂടെ ആമേൻ അവനെ വിശുദ്ധീകരിച്ച് അവന് ദൈവത്തിന്റെ ആത്മാവിനെ ആമേൻ അപ്പോസ്തലന്മാരവന്റെ മേൽ കൈവച്ചപ്പോൾ, ദൈവത്തിന്റെ ശിഷ്യന്മാരവന്റെ മേൽ കൈവച്ചപ്പോൾ അവന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് പൂർണ്ണനായി തീർന്നുവെന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ 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 ആമേൻ. അതിന്റെ 9-19 വായിച്ചാൽ മകളെ. ആ ആ ആ ആ മതി. സ്തോത്രം. തുടർന്ന് വായിക്കണം. അവിടെ അങ്ങനെ പൗലോസിനെ ന്യായപ്രമാണ വാദിയായിരുന്ന പൗലോസിനെ ഹല്ലേലൂയ വലിയ ന്യായപ്രമാണ പ്രകാരമുള്ള യുദ്ധവീരനെ കൃപയുടെ പ്രമാണത്തിലേക്ക്, വിശ്വാസ പ്രമാണത്തിലേക്ക് ആമേൻ കർത്താവിന്റെ വേലയ്ക്കായിട്ട് ആമേൻ യേശു തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അവനെ സ്തോത്രം അവൻ തിരഞ്ഞെടുത്തു. ആമേൻ. അവൻ പൗലോസ് ഇവിടെ വായിക്കും പ്രകാരം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അവൻ ദമസ്കോസിലുള്ള പ്രൈസ് ദി ലോർഡ് നോക്കിക്കേ. ആമേൻ പൗലോസിനെ ആമേൻ ശൗലിനെ പൗലോസാക്കി മാറ്റിയപ്പോൾ, കൃപയുടെ പ്രമാണത്തിലേക്ക് അവനെ കൊണ്ടുവന്നപ്പോൾ, വിശ്വാസ പ്രമാണത്തിലേക്ക് അവനെ കൊണ്ടുവന്നപ്പോൾ, ദൈവാത്മാവിലേക്ക് അവനെ കൊണ്ടുവന്നപ്പോൾ അവന്റെ സ്ഥിതിയൊക്കെ അങ്ങ് മാറിയട്ടോ. ആമേൻ. യേശു തന്നെ വിളിച്ച കാര്യം, ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് തന്നെ വിളിച്ചതും തന്നെ മുൻപോട്ട് നടത്തിയതും യെരൂശലേമിൽ കൊണ്ടുവന്നതും അവന്റെ തലയിൽ കൈവച്ച് അവനെ പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ കോരിട്ടും ആമേൻ അവന്റെ അന്ധതമസം ഒക്കെ മാറിയ പ്രകാരം യേശുവാണ് രക്ഷകനെന്ന്, യേശുവാണ് രക്ഷകനെന്ന് ലോകമൊക്കെയും പ്രസംഗിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. മകളെ തുടർന്ന് ആ ഭാഗം വായിച്ചത് തന്നെ. ആമേൻ ആമേൻ. അങ്ങനെ ന്യായപ്രമാണവാദി കൃപയുടെ ആമേൻ പ്രമാണപ്രകാരം വാദിക്കാൻ തുടങ്ങിയപ്പോൾ, യേശുവാണ് ദൈവമെന്ന് ഹല്ലേലൂയ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അനേകർ വിസ്മയിച്ചു, ലോകക്കാർ വിസ്മയിച്ചു, ലോകത്തിൽ ആശ്രയിക്കുന്നവരൊക്കെയും വിശ്രമിച്ചു, രാജാക്കന്മാരൊക്കെയും വിസ്മയിച്ചു. ഇവനെന്താ ഇത് സംഭവിച്ചത്? ഇവനെ കൊല്ലണം. നമുക്ക് ന്യായപ്രമാണം മതി, കൃപയുടെ പ്രമാണം വേണ്ട, വിശ്വാസ പ്രമാണം വേണ്ട, ന്യായപ്രമാണം മതി. ഇവനെ കൊല്ലണം, ഈ പൗലോസിനെ കൊല്ലണം. ഹല്ലേലൂയ
ഓ രീകലവ സന്ധരവലവ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഓ ഹല്ലേലൂയ. അതിൻ്റെ 19 മുതൽ വായിക്കുമ്പോൾ അമേൻ അമേൻ ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനെ അമേൻ വായിച്ചാലും 9:17 മുതൽ 17-18 വചനം വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പൗലോസിനെ നിറച്ചു എന്ന് പറയാണ്. അപ്പോൾ ദൈവം അവനിൽ നിറയുവാനിടയിൽ, കർത്താവ് അവനിൽ നിറയുവാനിടയിൽ തീർന്നു. കർത്താവ് അനുദിനം അവനോട് സംസാരിപ്പാനിടയിൽ തീർന്നു. ദൈവത്തിന്റെ ആത്മാവിൽ അവൻ നിറയുവാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അവൻ പരിശുദ്ധാത്മ പൂർണ്ണനായി തീർന്നു. ഹല്ലേലൂയ. അതിന്റെ 9:19 മുതൽ 22 വചനം വായിക്കുമ്പോൾ അവിടെ മകളെ ഒന്ന് വായിച്ചാലും പാർത്തു പ്രസംഗിച്ചു, വിസ്മയിച്ചു. ആ ആ ആ ആ ആമേ. ഒരു സമയത്ത് പൗലോസ് ഹല്ലേലൂയ യേശുവിന്റെ മാർഗ്ഗക്കാരെ, യേശുവിൽ വിശ്വസിക്കുന്നവരെ പിടിച്ചു കെട്ടി കൊല്ലുവാൻ നടന്നവനാണ്. ഇപ്പോഴിതാ യേശുവിന്റെ മാർഗത്തിന് നേരെ പ്രസംഗിക്കുന്നു. വായിച്ചാലും ഇവിടെ പിടിച്ചു കെട്ടി മഹാപുരോഹിതന്റെ കൊണ്ടുപോകുവാനല്ലോ വന്നതെന്ന് പറഞ്ഞു. ആമേ. ഇവിടെയും അവനെ കൊണ്ടുപോകുവാൻ വന്നവൻ ഇപ്പോ യേശുവിനെ സംസാരിക്കണം. വായിച്ചാലും ശൗലോ ആമേ നോക്കിക്കേ, ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ഓ ഹല്ലേലൂയ. നമ്മള് ന്യായപ്രമാണം വിട്ട് കൃപയുടെ പ്രമാണത്തിൽ ആശ്രയിക്കുമ്പോൾ അതിന് നമ്മൾ ശക്തരായി തീരാണ് ദൈവത്താത്മാവില്. ഓ ഹല്ലേലൂയ. എന്നാൽ ആമേൻ അനേക ദൈവമക്കളെ ഇന്നും അടിമയാക്കി വെച്ച് അടിമ വ്യാപാരം നടക്കുകയാണ്. ഫറവോൻ അനേക ഫറവോന്മാര്, അനേക കൈസർമാര്, അനേക നാടുവാഴികള് അനേകര് ബദ്ധരാക്കി വെച്ച് സംഭരണ നഗരങ്ങൾ പണിതുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും. ആമേൻ. ഫറവോന് ഞാൻ ഇനി അടിമയല്ല എന്ന പാട്ടുണ്ടെങ്കിൽ തന്നെയും ഫറവോന്റെ അടിമത്തത്തിലാണ് ഇന്ന് ദൈവം ആമേൻ അല്ലെ ലോകം കിടക്കുന്നത്. ഹല്ലേലൂയ. ദൈവാത്മാവ് ആമേൻ, ദൈവാത്മാവിനാൽ വേർതിരിക്കപ്പെട്ടവൻ, വിളിക്കപ്പെട്ടവൻ, ആമേൻ വേർതിരിക്കപ്പെട്ടവൻ ഹല്ലേലൂയ അനുദിനം ദൈവാത്മാൽ ശക്തി പ്രാപിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മള് ആമേൻ ഹല്ലേലൂയ ശക്തരായി തീർന്നു എന്നാണ് അതിന് ഹല്ലേലൂയ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ആമേൻ. ദൈവാത്മാവിൽ ശക്തനായി തീർന്ന പൗലോസ് അനന്തരം യേശു ക്രിസ്തു തന്നെ ദൈവം എന്ന് ലോകത്തിന്റെ മുമ്പിൽ യഹൂദന്മാരുടെ ഇടയിൽ പ്രസംഗിച്ചു. ഹല്ലേലൂയ. ആമേൻ. യഹൂദന്മാരെ മിണ്ടാതാക്കിയെന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാര് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ യേശുവിനെ കൊന്നവരാകുന്നു, യേശുവിന്റെ മാർഗക്കാരെ കൊന്നവരാകുന്നു യഹൂദന്മാര്. ഹല്ലേലൂയ. ആ യഹൂദന്മാരെ യേശു ആമേൻ ആമേൻ അവിടെ പൗലോസ് യേശു തന്നെ ദൈവമെന്ന് പ്രസംഗിച്ചു. ആമേൻ. യഹൂദന്മാരെ മിണ്ടാതാക്കിയെന്നാണ്. ഹല്ലേലൂയ. ചില 1-2 വചനങ്ങളോട് നമുക്ക് വേഗത്തിൽ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം ഹല്ലേലൂയ ആമേൻ 1-ാം അധ്യായം 22 മുതൽ 24 വരെ വചനം വായിച്ചാലേ നമ്മളെ അവിടെ ആമേൻ അവിടെ പൗലോസ് വിവിധ സഭകളിൽ കടന്നു. ആമേൻ. ഗലാത്യർ 1-ന്റെ 22, 23, 24 വചനം. ഗലാത്യർ. യഹൂദിയയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയം ഇല്ലാത്തവനായിരുന്നു. മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ പുതിയ നിയമപ്രകാരം മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് പ്രാപിച്ച പൗലോസ് ദൈവം തന്നെ യേശു തന്നെ ദൈവപുത്രൻ, വരുവാനുള്ള മെസ്സിഹ, കർത്താവും രക്ഷിതാവുമായവനെന്ന് ലോകത്തെ പഠിപ്പിച്ച് ദൈവനാമത്തെ ഉയർത്തി ദൈവനാമത്തിന് അവരിലൂടെ ദൈവമഹത്വം ഉണ്ടായി. ഹല്ലേലൂയ. എന്നാകുന്നു അവിടെ
ദൈവജനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവായ യേശു തന്നെ ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് ലോകക്കാർക്ക് കർത്താവായ യേശുവിനെ വേണ്ട, ന്യായപ്രമാണം മതി. ഹല്ലേലൂയ. ന്യായപ്രമാണ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ മതി. ഓ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ലോകത്തിൽ പറയപ്പെടുന്ന അവകാശങ്ങൾ മതി, ന്യായപ്രമാണ പ്രകാരം പറയുന്ന അവകാശങ്ങൾ മതി. യേശു വേണ്ട, യേശുവിന്റെ ദാസന്മാര് വേണ്ട, യേശുവിന്റെ ശുശ്രൂഷ വേണ്ട, ഓ യേശുവിന്റെ സേവനം വേണ്ട, പരിശുദ്ധാത്മാവ് വേണ്ട, ദൈവപുത്രൻ വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകത്തിന്റെ നടുവിലാണ് ദൈവമക്കളെ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:29 മുതൽ ഒന്ന് വായിച്ചാലും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:29 മുതൽ 31 എന്ന് വായിച്ചാലും. യെശയ്യാ പ്രവാചക പുസ്തകം ഹല്ലേലൂയ 29:31 വരെ അവിടെ കാണാൻ കഴിയുന്നത്, കർത്താവായ യേശുവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആമേൻ. മതി, വായിക്കാം. അവിടെ ഒന്നൊന്നായിട്ട് നിർത്തി വായിച്ചാല് ആമേൻ അതിന്റെ പൊരുള് പറയാൻ സാധിക്കത്തുള്ളൂ. അവിടെ പറയുന്നത് ക്ഷീണിച്ചവന് ശക്തി പകരും. നമ്മൾ മുൻകാലങ്ങളിലെ പാപത്തിലും ശാപത്തിലും രോഗത്തിലും പെട്ട് വീണവരായിരുന്നു. ഹല്ലേലൂയ. ന്യായപ്രമാണ പ്രകാരം വീണവരായിരുന്നു. ന്യായപ്രമാണ പ്രകാരം മുൻപോട്ട് പോയാൽ വീഴ്ചയല്ലാതെ രക്ഷയൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും വീഴ്ച. അവിടെ താഴ്ചയുള്ളൂ. അവിടെ എല്ലാവരും വീണു. രാജാക്കന്മാരൊക്കെയും വീണു. പൗലോസും ആ വാദി ദമസ്കോസിന്റെ പടിവാതിൽക്ക് വീഴുവാനിടയെത്തിയിരുന്നു. അവന്റെ സമൃദ്ധി, പലരും ലോകത്തിൽ സമൃദ്ധിയുടെ സുവിശേഷം പറയുന്നുണ്ട് കേട്ടോ. ഫറവോന്റെ വാദികള്, ആമേൻ, കൈസറുടെ വാദികള്, കൈസർ വാദികള്, ഫറവോൻ വാദികള്. ഹല്ലേലൂയ. ന്യായപ്രമാണത്തെ ഉയർത്തി, കൃപയുടെ പ്രമാണത്തെ ഒരു മറച്ചു വെച്ചു. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ വായിക്കുമെന്ന് ആമേൻ എന്താ, ക്ഷീണിച്ചിരിക്കുന്നവരെ. അങ്ങനെ ആമേൻ പഴയ കാല ജീവിതത്തിൽ പാപത്താൽ ന്യായപ്രമാണത്തിന്റെ പര്യവസാനം പാപമായി തീർന്നു. സകലരും പാപികളാണ് ന്യായപ്രമാണ പ്രകാരം. ആ പാപത്തിൽ നിന്നും ആമേൻ ആമേൻ തന്റെ ജനത്തെ വീണ്ടെടുത്ത് രക്ഷിപ്പാനാണ് കർത്താവായ യേശു ലോകത്തിൽ വന്നത്. ഹല്ലേലൂയ. അവൻ ലോകത്തിൽ വന്നിട്ട് കുഴിഞ്ഞവനെയും ചിരിയവരെയും ചതറിയവരെയും കാണാതെ പോയതിനെയും എല്ലാത്തിനെയും മുറിഞ്ഞവനെയും ഒക്കെയും മുറിവ് കെട്ടുവാനിടയെ തീർന്നു. അവൻ കഴുകി ശുദ്ധീകരിച്ച് വീണ്ടെടുത്ത് രക്ഷയിലേക്ക് അവൻ കൊണ്ടുവരേണ്ടതായി തീർന്നു. അതിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുന്ന കാര്യങ്ങളാണിത്. എന്താ മകളെ വായിച്ചാലും, അവൻ ക്ഷീണിച്ചിരിക്കുന്നവരെ ശക്തി നൽകും. ആമേൻ. ബലമില്ലാത്തവന് ബലം നൽകും. എന്തിന്റെ ബലമാണ്? ദൈവാത്മാവിലുള്ള ബലം. ലോകത്തിന്റെ ബലമല്ല. ലോകത്തിന്റെ പ്രമാണികൾ ലോകത്തിൽ ആശ്രയിക്കുന്നു. നമ്മളോ നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കും. ഒരു വൈരിക്കോ എതിരിക്കോ രോഗത്തിനോ ഭാരത്തിനോ ഒന്നും അവനെ തൊടുവാൻ സാധ്യമല്ല. യെസ്, വിശ്വസിക്കുന്നവരുടെ ദൈവപ്രവൃത്തി, ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ്. ഹല്ലേലൂയ. മകളെ ബലം വർദ്ധിപ്പിച്ചു നൽകും. ഇവിടെ പൗലൂസിന് ആമേൻ ശൗലായ പൗലൂസിനെ ഇവിടെ ശക്തി പകരുകയാണ്. ദൈവത്തിന്റെ ആത്മാവിനെ അവന്റെ മേൽ പകർന്നു, അവനെ പുതിയതാക്കി തീർത്തു. യേശു തന്നെ രക്ഷകൻ എന്ന് ലോകത്തിൽ യഹൂദന്മാരെ മുഴുവനും പഠിപ്പിച്ചു. അവരെ മിണ്ടാതാക്കി. ഹല്ലേലൂയ. ആമേൻ. ന്യായപ്രമാണത്തിന് എരിവുള്ളവനാണെങ്കിൽ ഈ കൃപയുടെ പ്രമാണത്തിന് എരിവുള്ളവനാക്കി ഞാൻ ദൈവം തിരഞ്ഞെടുത്തു. ന്യായപ്രമാണ പ്രകാരം എരിവുണ്ടെങ്കിൽ അവന് ഞാൻ കൃപയുടെ പ്രമാണത്തിൽ, വിശ്വാസ പ്രമാണത്തിൽ ആമേൻ എരിവുള്ളവനായി തീർന്നു. അങ്ങനെയാണ് ഈ പൗലോസോടെ പ്രസംഗിച്ചു വരുന്നത്. അവൻ എരിവുള്ളവനായി തീർന്നു ഈ കൃപയുടെ പ്രമാണത്തിൽ. ആമേൻ പ്രകാരം ആമേൻ നല്ലൊരു ഉപദേശകനായി തീർന്നു. ഹല്ലേലൂയ. ലോകപ്രകാരമുള്ളത് ഒന്നും പൗലോസ് തെരഞ്ഞെടുത്തില്ല കേട്ടോ. ലോകക്കാര് സ്വീകരിച്ചിരിക്കുന്നത് ഒന്നും അവൻ എല്ലാം അർജിച്ചു. എല്ലാം ചപ്പും ചവറും എണ്ണി. ആമേൻ. രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും സമ്പ്രദായങ്ങൾ, കാഴ്ചകൾ, നേർച്ചകൾ, വഴിപാടുകൾ എല്ലാം വർജിച്ചു. അത് ദൈവരാജ്യത്തിന് വിഘ്നം എന്ന് വരാതിരിപ്പാൻ എല്ലാം വർജിച്ചു. ഒരിക്കൽ പൗലോസ് ഇപ്രകാരം പറഞ്ഞു, എനിക്ക് ഇതൊക്കെ
സ്വീകരിക്കുവാൻ എനിക്ക് അവകാശമുണ്ട്. എങ്കിൽ തന്നെയും ഞാൻ ഇതൊന്നും സ്വീകരിക്കുന്ന സ്വന്തം കൈകളാൽ ആമേൻ ഞാൻ ഉപജീവിക്കുന്നു. എന്ന് പൗലോസ് പറയട്ടെ. ഹല്ലേലൂയ. എത്ര പ്രത്യാശയേറിയവനാണ് പൗലോസ്. ഹല്ലേലൂയ. അവനെ കൊണ്ട് ഒരുപാട് ലേഖനങ്ങൾ കർത്താവ് എഴുതി. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് തണുപ്പ് പകർന്നു. ആമേൻ. ദൈവമക്കളെ ആമേൻ അനേകര് ന്യായപ്രമാണപ്രകാരം വീണോ അവരെ ഒക്കെ ഇവിടെ കൃപയുടെ പ്രമാണപ്രകാരം വിശ്വാസ പ്രമാണപ്രകാരം ഉയർത്തി. ഹല്ലേലൂയ. വായിച്ചാലും മകളെ തുറന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും. യൗവനക്കാർ അവൻ ലോകത്തിൽ ആശ്രയിക്കുന്നത്. അവിടെ പറയപ്പെടുന്ന പ്രവാചകൻ പറയുന്നത് ബാല്യക്കാർ, യൗവനക്കാർ എന്ന് പറയുന്നത് ലോകത്തിന്റെ സമൃദ്ധിയാണ്. ആമേൻ. നമുക്കൊരു മകനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ചെറുപ്പക്കാരുണ്ടെങ്കിൽ നീ പോടാ എന്ന് പറയും. എനിക്ക് ഇത്ര പിള്ളേരുണ്ട്, അവരെന്റെ കാര്യം നോക്കും, എനിക്ക് വേണ്ടി അവൻ അടിക്കും, എനിക്ക് വേണ്ടി അവൻ യുദ്ധം ചെയ്യും. എനിക്ക് വേണ്ടി മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രമുഖന്മാരിൽ ആശ്രയിക്കുന്നത്, പുത്രസമ്പത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ മനുഷ്യരിൽ ആശ്രയിക്കുന്ന, ലോകത്തിലുള്ളതിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലത്. ആമേൻ. എത്ര ഒരു സന്തോഷമുണ്ട് ദൈവമക്കളെ. വായിച്ചാലും മകളെ, യഹോവയെ കാത്തിരിക്കും. നോക്കിക്കേ, എങ്കിലും പ്രവാചകൻ പറയണ യഹോവയെ കാത്തിരിക്കുന്നവർ നമ്മൾ ശക്തിയെ പുതുക്കും. ദൈവാത്മാവ് നിന്റെ ശക്തിയെ വർദ്ധിപ്പിച്ചു തരുന്നൊരു പകൽക്കാലം എത്ര വിശ്വസിക്കുന്നുണ്ട്? യെസ്. ഏൽപ്പിച്ചോട്ടെ. നിന്റെ ശക്തി എന്ന് വർദ്ധിച്ചു വരട്ടെ. ആമേൻ. ആ ശക്തിയാൽ രോഗങ്ങൾ, ഭാരങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങൾ, വിലാപങ്ങൾ അഴിഞ്ഞ് നൃത്തമായി തീരുന്നൊരു പകൽക്കാലമാ. യെസ്. പുതിയ നിയമസഭയിലേക്ക് ആമേൻ ദൈവാത്മാവ് ആമേൻ പൗലോസിനെ വിളിച്ച് ഇവിടെ സംസാരിക്കുന്നതാണ്. വായിച്ചാലും മകളെ. ഓ ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ നിയമസഭയിലേക്ക് നീ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. നീ തളരത്തില്ല. നിന്റെ തൂവലുകൾ ചില സമയങ്ങളിൽ കൊഴിഞ്ഞു പോയാലും, നീ വീണു പോയാലും, നിനക്ക് പറക്കുവാൻ കഴിയാതെ പോയാലും, നിനക്ക് നന്മ പ്രാപിക്കുവാൻ കഴിയാതെ വന്നാലും, വിടുതലുകൾ പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ വന്നാലും, ആമേൻ, പിന്നത്തേതിൽ കഴുകൻ തൂവലുകൾ പൊടിച്ച് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് പറന്നുയരുന്നത് പോലെ നിന്നെ ഉയർത്തും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ദൈവമക്കളെ? മകളെ, അവർ തളർന്നു പോകത്തില്ല. എന്താ? ഓടുകയും അന്ത്യം വരെ അവർ ഓടുവാൻ കർത്താവ് അവരെ കരം പിടിച്ചെടുത്തും. പൗലോസിന്റെ ജീവിതത്തില് പൗലോസിനെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു കേട്ടോ ന്യായപ്രമാണവാദികള്. ഹല്ലേലൂയ. അവനെ എവിടെയെങ്കിലും വെച്ച് കൊല്ലണം. അങ്ങനെ യേശു അവൻ പലയിടത്തും വെച്ച് പിടിക്കപ്പെട്ടപ്പോൾ പടയാളികളുടെ പിടിച്ച് അവനെ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുമ്പോൾ അവനെ അവിടെ നിന്ന് പുറത്ത് കൊണ്ടുപോകുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഈ വാദിയെ ഹല്ലേലൂയ ഇപ്രകാരം വാദിക്കുന്നവനെ ഹല്ലേലൂയ ന്യായപ്രമാണപ്രകാരം വാദിക്കാതെ, രാജാക്കന്മാർക്ക് വേണ്ടി വാദിക്കാതെ, കൃപയുടെ പ്രമാണത്തിനു വേണ്ടി, വിശ്വാസ പ്രമാണത്തിനു വേണ്ടി, യേശുവിന് വേണ്ടി വാദിക്കുന്ന, ദൈവമക്കൾക്ക് വേണ്ടി വാദിക്കുന്നവനെ എങ്ങനെയെങ്കിലും കൊല്ലാം. ഹല്ലേലൂയ. 40 പേര് ഇവിടത്ത് കൂട്ടാൻ കൂടി. ഹല്ലേലൂയ. എത്ര പേര് കൂടിയെങ്കിലും നിന്നെ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ വിടുവിപ്പാൻ ശക്തരാണ്. ഹല്ലേലൂയ. ഇനി ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ഒരു സൈന്യം നിന്റെ മേൽ നിനക്കെതിരെ പാളയമിറങ്ങിയാലും നിന്നെ കാക്കുന്നൊരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. മകളെ വായിച്ചാലും തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാൻ നടക്കുകയും ചെയ്യും. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിന്റെ ക്ഷീണങ്ങൾ എന്ന് പകൽക്കാലത്തിൽ മാറട്ടെ, നിന്റെ വേദനകൾ മാറട്ടെ, നിന്റെ രോഗങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. നീ തളർന്നു പോയോ മകളെ, മകനെ? നീ തളർന്നു പോയോ? വീണു പോയോ? ലോകത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലത് മക്കളെ. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുന്ന ആളുകളിൽ ഹല്ലേലൂയ നമ്മെ ഓരോരുത്തരും രക്ഷിപ്പാനാകുന്നു കർത്താവായ യേശു ലോകത്തിൽ അവതരിച്ചത്.
അവൻ നമുക്ക് രക്ഷകനാണ്. നമ്മെ അവൻ വിടുവിക്കുന്നു. നമുക്ക് വേണ്ടി അവൻ നമുക്ക് വേണ്ടി വാദിക്കുന്നു. നമ്മുടെ പാപങ്ങൾ, ശാപങ്ങൾ എല്ലാം അവൻ വഹിച്ചു. നാം അനുഭവിക്കേണ്ട അടി മുഴുവനും അവൻ, നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷ മുഴുവനും അവൻ ഏറ്റു. അവൻ്റെ അടിപ്പുണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ അവൻ വീണ്ടെടുത്ത് രക്ഷിപ്പാനിടയെ തീർന്നു. ആമേൻ. അവൻ കണ്ടാൽ ആളല്ലാത്ത വിധം, കണ്ടാൽ ആളെന്ന് പറയാൻ കഴിയാത്ത വിധം അവൻ നുറുക്കപ്പെട്ടു. ദൈവമക്കളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഭക്തന്മാർ ഇപ്രകാരം പാടുന്നുണ്ട്: കണ്ടാലോ ആളറിയുകില്ല, ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ വാർന്നൊഴുകിടുന്നു. മകനേ, മകളേ, നീ മാന്യയായിടുവാൻ, മകളേ, മകനേ, നീ മാന്യയായിടുവാൻ, കാൽവരിയിൽ നിനക്കായി തകർക്കപ്പെട്ടു, കാൽകരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ, നീ നോക്കുക, നിനക്കായി തകർക്കപ്പെട്ടു. മകളെ, നീ നോക്കുക, നിനക്കായി തകർക്കപ്പെട്ടു. ചുടുചോരത്തുള്ളിയായി വീഴുന്നു, നിൻ പാപം പോക്കുവാനല്ലയോ. അതേപ്പാ, ഞങ്ങൾ ഒരുമിച്ച് സമർപ്പണം ചെയ്യുകയാണ് ഈ പകൽക്കാലത്തില്. ആമേൻ. ഞങ്ങൾ വീണു, ഞങ്ങൾ വീണു അപ്പ. പഴയ നിയമപ്രകാരം വീണു, ലോകത്തിൽ വീണു. എന്നാൽ വീണവരെ രക്ഷിപ്പാൻ, ഉയർത്തുവാൻ കർത്താവായ യേശു ലോകത്തിൽ വന്നു. അവൻ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ. നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്ത് രക്ഷിപ്പാൻ അവൻ സ്നേഹത്താൽ, അവൻ ദയയാൽ, അവന്റെ കരുണയാൽ അവൻ നമ്മെ വഴി നടത്തുവാനിടയിൽ തീർന്നു. അവന്റെ ശുശ്രൂഷയ്ക്കായിട്ട് പൗലോസിനെ ന്യായപ്രമാണത്തിൽ നിന്ന് അവനെ വലിച്ചെടുത്തു. പാപച്ചേറ്റിൽ നിന്ന്, പാപക്കുഴികളിൽ നിന്ന് അവനെ വിളിച്ചു വേർതിരിച്ച് അവനെ ശക്തി കൊടുത്തു, അവനെ ശക്തരാക്കി. ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും ദൈവാത്മാവിൽ ശക്തരാണ് കേട്ടോ. നിങ്ങൾ ഒന്നിനാൽ ഭയപ്പെടരുത്, അധൈര്യപ്പെടരുത്, നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. നമ്മുടെ മുമ്പിൽ ഒരു കർത്താവ് ഉണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടെ നമ്മൾ നാളുകളിൽ മുമ്പോട്ട് പോകണം. ആമേൻ. അവൻ അവന്റെ സഭയെ ചേർപ്പാൻ വീണ്ടും വരും. നന്ദി പറയുന്നപ്പാ, മുഴുവൻ ഇന്ന് ഏൽപ്പിച്ചതാണ് നിങ്ങളുടെ സഭയെ. കർത്താവെ, പാപ്പന ന്യൂനച്ച സഭയുടെ ദൈവസഭയെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. മുഴുവൻ അംഗങ്ങളെയും കർത്താവെ, മുഴുവൻ മക്കളെയും, പ്രത്യേകാൽ ഈ ദേശത്തെ ഈ ശബ്ദം കേട്ട, ഈ ദൈവ ശബ്ദം കേട്ട മുഴുവൻ അംഗങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചാലും അപ്പാ. ആമേൻ. കർത്താവ് പറയുന്നു, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. പാപത്തിലും ശാപത്തിലും രോഗത്തിലും തകർന്ന് വീണ് പോയതിനെ, ആമേൻ, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ, നിവർത്തുവാനല്ലോ പകൽക്കാലത്തിൽ എല്ലാവരെയും സമ്പൂർണ്ണമായി